ഹായ് എവ്രി വൺ, നമ്മുടെ 6th സെമസ്റ്റർ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ MCQ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ 101ാമത്തെ ചോദ്യം മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലും ഒരു 100 സംതിങ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബിക്കോസ് ടോട്ടൽ നിങ്ങൾക്കൊരു 200 സംതിങ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. അതാണ് നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. ഓഡിറ്റിങ്ങിൻ്റെ ഓൾറെഡി ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ നമ്മുടെ പാർട്ട് 1 MCQൻ്റെ വീഡിയോയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 101ാമത്തെ ചോദ്യം, ദി ബ്രാഞ്ച് ഓഡിറ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ. ബ്രാഞ്ച് ഓഡിറ്റർ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ബ്രാഞ്ച് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്. ഷെയർ ഹോൾഡേഴ്സ് ആണ് ജനറൽ മീറ്റിംഗ് ത്രൂ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. Then special audit is conducted at the order of the central government. Which section? Special auditor നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഏത് സെക്ഷനിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സെക്ഷൻ 242 സബ്സെഷൻ A ആണ് കേട്ടോ, പവർ കൊടുക്കുന്ന സെക്ഷൻ. ഇനി അടുത്തത്, who among the following can be appointed as special auditor by the central government? അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ബോത്ത് A and B ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസിനും അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. Then 104ാമത്തെ ചോദ്യം, the scope of the audit including reference to the pronouncement of the ICAI which the auditor adheres to generally is communicated to the client in the both 2 ഓപ്ഷൻ ഇവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, എൻഗേജ്മെന്റ് ലെറ്റർ, റെപ്രസെൻറ്റേഷൻ ലെറ്റർ. ഇപ്പം ആൻസർ വരുന്നത് 1ഉം 2ഉം ആണ്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും എൻഗേജ്മെന്റ് ലെറ്ററും നമ്മുടെ ക്ലയൻറ്റുമായിട്ട് ജനറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് റിപ്പോർട്ടും അതേപോലെ തന്നെ എൻഗേജ്മെന്റ് ലെറ്റർ ത്രൂ ആണ്. അടുത്തത്, ഇഫ് എനി ഡയറക്ടർ disqualified from being appointed under section 274 subsection 1G, the auditor should mention this fact in his audit report. For the purpose, who does he determine their eligibility? The answer വരുന്നത് he obtains a representation from each director എന്നുള്ളതാണ്. Then അടുത്ത ചോദ്യം, as per the statement on qualification in auditors reports issued by the ICAI, the auditor under section 227 subsection 3 has to give a statement of fact on. Answer വരുന്നത് cess payable under section 441A എന്നുള്ളതാണ്. അടുത്തത്, ദ ഡേറ്റ് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷുഡ് നോട്ട് ബി. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ ഡേറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഏർലിയർ ദാൻ ദി ഡേറ്റ് ഓൺ വിച്ച് ദ അക്കൗണ്ട്സ് ആർ അപ്രൂവ്ഡ് ബൈ ദി മാനേജ്മെന്റ്. 108ാമത്തെ ചോദ്യം, സെക്ഷൻ 227 സബ്സെഷൻ 2 ഓഫ് ദി കമ്പനീസ് ആക്ട് റിക്വയേഴ്സ് ദി ഓഡിറ്റർ ടു ഗീവ് ഹിസ് റിപ്പോർട്ട് ടു ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി ഓൺ സർട്ടൻ മാറ്റേഴ്സ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി എബവ്? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എവറി ഡോക്യുമെന്റ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതാണ് കേട്ടോ, ഇൻക്ലൂഡ് ചെയ്യാത്തത്. അടുത്തത്, വെൻ റെസ്ട്രിക്ഷൻസ് ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി affect the scope of the audit are imposed by the client, the auditor generally should issue which of the following opinion? Qualified opinion ആണ് ഓഡിറ്റർ ഇഷ്യൂ ചെയ്യേണ്ടത്. Which of the following report not result in qualification of the auditor's opinion due to scope limitation? Answer വരുന്നത് reliance on the report of the auditor. അടുത്ത ചോദ്യം, ദ ഇൻവെൻട്രി കൺസിസ്റ്റ് ഓഫ് അബൌട്ട് 1% ഓഫ് ഓൾ അസറ്റ്സ്. ദ ക്ലയൻറ്റ് ഹാസ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി ഓഡിറ്റർ ടു പ്രൊഹിബിറ്റ് ഒബ്സർവേഷൻ ഓഫ് സ്റ്റോക്ക് ടേക്ക്. ആൻസർ വരുന്നത് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്നുള്ളതാണ്. അടുത്തത് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നതൊക്കെ. ഞാനിപ്പോൾ മീനിങ് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അത് ഓർമ്മയിൽ ഇരിക്കണം എന്നില്ല. അപ്പോൾ ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കുക, അതിൻ്റെ ആൻസർ ബൈഹാർട്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു 112ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്, ദ ഓഡിറ്റർ ഹാസ് സീരിയസ് കൺസേൺ അബൌട്ട് ദി ഗോയിങ് കൺസേൺ ഓഫ് ദി കമ്പനി. ആ ഒരു കമ്പനിയുടെ ഗോയിങ് കൺസേണിനെ പറ്റിയ ആൾക്ക് കൺസേൺ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ കമ്പനീസ് ഒബ്റ്റെയിനിങ് എ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഫ്രം എ ബാങ്ക് വിച്ച് ഹാസ് ബീൻ അപ്ലൈഡ് ഫോർ. ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി ഹാസ് മെയ്ഡ് ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ദീസ് ഫാക്ട്സ് ഇൻ ദ നോട്ട്സ് ടു ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ കമ്പനി ആണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ലോൺ എടുത്തതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ദ ഓഡിറ്റർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലെവൽ ഓഫ് ഡിസ്ക്ലോഷർ. അപ്പോൾ ആളാണെങ്കിൽ ഇതിൽ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ഈ ഷുഡ് ഇഷ്യൂ. അപ്പോൾ ആൾ എന്താണ് ഇഷ്യൂ ചെയ്യേണ്ടത്? അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ വിത്ത് റെഫറൻസ് ടു നോട്ട്സ് ടു ദി അക്കൗണ്ട്സ് എന്നുള്ള രീതിക്കാണ് ആൾ ഇഷ്യൂ ചെയ്യേണ്ടത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് എക്സ്പ്ലനേറ്ററി നോട്ട്സ്. എക്സ്പ്ലനേറ്ററി നോട്ട്സിനെ കുറിച്ച് ട്രൂ ആയത് ഇതിൽ ദീസ് ആർ ഗിവൺ ടു അഡ്ഹിയർ ടു റിക്വയർമെൻറ്റ്സ് ഓഫ് ദി സെക്ഷൻ 211 എന്നുള്ളതാണ്.
അടുത്തത് ഈ പറഞ്ഞ പോലെ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ദ ക്ലൈന്റ് ചേഞ്ച് ദ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഫ്രം സ്ട്രേറ്റ് ലൈൻ ടു റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ആദ്യം സ്ട്രേറ്റ് ലൈൻ ആണ് ഫോളോ ചെയ്തിരുന്നത്, പിന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലേക്ക് ചേഞ്ച് ആവുകയാണ്. ദിസ് ഹാസ് ബീൻ ഡിസ്ക്ലോസ്ഡ് ആസ് എ നോട്ട് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിക്ക് ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ഹാസ് എൻ ഇമ്മറ്റീരിയൽ എഫക്ട് ഓൺ ദി കറന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ഹവർ ദാറ്റ് ദ ചേഞ്ച് വിൽ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് എഫക്ട് ഓൺ ദി ഫ്യൂച്ചർ പീരീഡ്. ഫ്യൂച്ചർ പീരീഡിലേക്ക് വേണ്ടിയിട്ട് അതിനൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് രീതിയിൽ വേണം ഓഡിറ്റർ അത് എക്സ്പ്രസ് ചെയ്യാൻ? അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ. അപ്പോൾ സംശയമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അൺക്വാളിഫൈഡ് ഒപ്പീനിയനിലാണ് നമ്മൾ രേഖപ്പെടുത്തുക കേട്ടോ. Then which of the following is not true regarding requirements under section 227(3)? അപ്പോൾ ഇതിൽ ട്രൂ അല്ലാത്തത് ലാസ്റ്റ് വൺ, ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഷുഡ് ബി കൺസിഡേർഡ് ഓൺ ദി ഡേറ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളതാണ്. ദെൻ വീണ്ടും ഒരു ഇത് വന്നിട്ടുണ്ട്. ദ മാനേജ്മെന്റ് ഓഫ് എ കമ്പനി ടു വിച്ച് AS3 is not applicable does not include statement of cash flows in its annual report. അപ്പോൾ അതിലും നമ്മുടെ ഓഡിറ്റർ സംശയാസ്പദമായി എന്തൊക്കെയോ കാണുകയാണ്. അപ്പോൾ ഇതിലായിരിക്കും അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ. അടുത്തത്, ഇൻ ദ കേസ് ഓഡിറ്റർ ഗിവ്സ് എ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരഗ്രാഫ് ഓഫ് സ്റ്റാൻഡേർഡ് അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ആർ മോഡിഫൈഡ്? സ്കോപ്പ് ആൻഡ് ഒപ്പീനിയൻ പാരഗ്രാഫ്. സ്കോപ്പ് ആൻഡ് ഒപ്പീനിയൻ പാരഗ്രാഫിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. Then a departure from recognized accounting principle is disclosed in a note to the financial statement. The auditor should issue a qualified report. അതൊരു ക്വാളിഫൈഡ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. Then the auditor should state the reason for his reservations in the audit report and should try to quantify the effect on them. അപ്പോൾ കൃത്യമായിട്ട് ഓഡിറ്റർ എന്തൊക്കെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന റിസർവേഷൻസ് എന്നും അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആളത് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണെന്ന് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിക്കാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് കേട്ടോ. ഓപ്ഷൻ 1 ഓൺലി എന്നുള്ളതാണ് ആൻസർ വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡോക്യുമെന്റ്സ് ഇസ് നോട്ട് റെലവൻറ്റ് ഫോർ വൗച്ചിങ് ക്യാഷ് സെയിൽസ്? ക്യാഷ് സെയിൽസിൻ്റെ വൗച്ചിങ്ങിൽ റെലവൻ്റ് അല്ലാത്ത ഡോക്യുമെൻ്റ് ഇതാണ്. മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് സെൻഡ് ടു കസ്റ്റമേഴ്സ് ആണ് റെലവൻ്റ് അല്ലാത്തത്. Then next, the auditor should examine the subsequent realization of revenue such as dividends, interest and commission, etc. So, ഇതിന് ആൻസർ വരുന്നത് identify the cases of unrecorded revenue എന്നുള്ളതാണ്. Then to test whether the sales have been recorded, the auditor should draw a sample from a file of sales invoices. Next question, for vouching of which item the auditor is most likely to examine the cost records? നമ്മുടെ ഓരോ ഐറ്റംസും വൗച്ച് ചെയ്യുന്ന സമയത്ത് അത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഓഡിറ്റർ കോസ്റ്റ് റെക്കോർഡ്സ് എക്സാമിൻ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്? സെയിൽ ഓഫ് സ്ക്രാപ്പാണ് ആൻസർ വന്നിരിക്കുന്നത്. ദ ഗൈഡൻസ് നോട്ട് ഓൺ റവന്യൂ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ICAI ആണ്. ഡസ് നോട്ട് ഡീൽ വിത്ത്, ഏതുമായിട്ട് ഡീൽ ചെയ്യാത്തതാണത്? റവന്യൂ ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റുമായിട്ട് ഡീൽ ചെയ്യാത്തതാണ്, അതിന് വേണ്ടിയിട്ടുള്ളതല്ല. ആൻഡ് 125ാമത്തെ ചോദ്യം, ആൻ ഓഡിറ്റർ കണ്ടക്ട്സ് എ സർപ്രൈസ് ചെക്ക് ഓൺ ദി പേ ഡേ. ദാറ്റ് ഈസ് ദ ഡേ വേജസ് ആൻഡ് സാലറീസ് ആർ പേ. നമ്മൾ വേജും സാലറിയൊക്കെ കൊടുക്കുന്ന ദിവസം ഒരു സർപ്രൈസ് ചെക്ക് ഓഡിറ്റർ നടത്തുവാണ്. സോ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ഓഡിറ്റ് പ്രൊസീജിയറിൽ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു ടെസ്റ്റ് ദ പ്രൊസീജിയർ ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് പേ ചെക്ക്. പേ ചെക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സർപ്രൈസ് ചെക്കുകൾ നടത്തുന്നത്. Which of the following would prevent double payment of the same voucher? സെയിം വൗച്ചറിൽ ഡബിൾ പേയ്മെൻറ്റ് തടയാൻ വേണ്ടി ഇതിൽ ഏതാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ദ പേഴ്സൺ സൈനിങ് ദി ചെക്ക് ഷുഡ് ക്യാൻസൽ ദി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. അടുത്തത്, ഇൻ കേസ് ഓഫ് അൺക്ലെയിംഡ് വേജസ്. അൺക്ലെയിംഡ് വേജസിൻ്റെ കേസിൽ ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ടത് എന്താണ്? ദി എമൗണ്ട് ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലല്ലേ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അടുത്തത്, വൈൽ വൗച്ചിങ് വേജസ് ദി ഓഡിറ്റർ ഷുഡ് എക്സാമിൻ വെദർ ദർ ഈസ് പ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഷുഡ് നോട്ട് ബി ഡൺ ബൈ സെയിം ഡിപ്പാർട്ട്മെൻറ്റ്? ആൻസർ വരുന്നത് പ്രൊപ്പോസിങ് പേറോൾ സമ്മറി ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഓഫ് വേജസ്. അടുത്തത്, ഇൻ ഓർഡർ ടു വൗച്ച് വിച്ച് ഓഫ് ദ എക്സ്പെൻസസ് ദി ഓഡിറ്റർ വിൽ എക്സാമിൻ ദ ബിൽ ഓഫ് എൻട്രി. നമ്മൾ വൗച്ച് ചെയ്യുന്ന സമയത്ത് ഏത് എക്സ്പെൻസാണ് ബിൽ ഓഫ് എൻട്രി ആയിട്ട് എക്സാമിൻ ചെയ്യുന്നത്? കസ്റ്റം എന്നുള്ള ഒരു എക്സ്പെൻസ് ആണ്. വൈൽ വൗച്ചിങ്, ഹൗ വിൽ ദ ഓഡിറ്റർ എൻഷുർ ഹിംസെൽഫ് ദാറ്റ് ഓൾ ദ ക്രെഡിറ്റ് സെയിൽസ് ട്രാൻസാക്ഷൻസ് ഹാവ് ബീൻ റെക്കോർഡഡ് ബൈ ദി എൻറ്റിറ്റി? ആൻസർ വന്നിരിക്കുന്നത് ബോത്ത് A and B ആണ്.
131ാമത്തെ ചോദ്യം, ഇൻ കേസ് ഓഫ് സെയിൽസ് റിട്ടേൺ ദി ഓഡിറ്റർ ഷുഡ് എക്സാമിൻ വിച്ച് ഡോക്യുമെന്റ്സ്, ഏത് ഡോക്യുമെന്റ്സ് ആണ് ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് നോട്ട്സ്, ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ആൻഡ് ഇൻവാർഡ് റിട്ടേൺ നോട്ട്സ്. അടുത്തത്, the internal auditor discovered that fictitious purchases have been recorded by the purchase clerk. This indicates absence of which control? Internal auditor discover ചെയ്യാണ് fictitious purchase ഒക്കെ പർച്ചേസ് ക്ലർക്കാണ് റെക്കോർഡ് ചെയ്യുന്നതല്ലോ. അപ്പോൾ ഇത് എന്തിൻ്റെ ആബ്സെൻസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പർച്ചേസ് ഇൻവോയ്സസ് ആർ ഇൻഡിപെൻഡൻ്റ്ലി മാച്ച്ഡ് വിത്ത് പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്സ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ക്രൂഷ്യൽ ടു എ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത് ഓതറൈസിങ് ദ അക്വിസിഷൻ ഓഫ് ഗുഡ്സ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, the auditor is most likely to examine the related party transactions very carefully. ഇതിൽ ഏതാണ് ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടത്? ക്രെഡിറ്റ് പർച്ചേസുകളാണ്. In order to vouch both ledger, the auditor obtained confirmations from creditors. The principal reason for the auditor to examine the supplier statement at balance sheet date is to obtain evidence that there are no unrecorded liabilities എന്നുള്ളതാണ്. 136ാമത്തെ ചോദ്യം, the creditors accounts generally have credit balance. Debit balance may be due to any of these എന്നുള്ളതാണ് ആൻസർ വന്നിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഏത് വഴി വേണമെങ്കിലും ഡെബിറ്റ് ബാലൻസ് ആവാം. അപ്പോൾ any of these എന്നുള്ളതാണ് ആൻസർ. Then in case of vouching, the auditor is least likely to examine the authorization by appropriate authority in case of discount allowed to customers as per organizational policy. 138ാമത്തെ ചോദ്യം, vendors should be approved by management before purchase department executes the order. If this is not done, then which of the following situations may arise? ഏത് വേണമെങ്കിലും arise ആവാം. any of these ആണ് ആൻസർ വന്നിരിക്കുന്നത്. which of the following is not true with regard to verification of asset? verification of assetമായിട്ട് ശരിയല്ലാത്തത് it invoices the substantiation of occurrence of transactions എന്നുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻ ആണ്. 140ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ട്രൂ? ഇതിൽ ശരിയല്ലാത്തത് ഓഡിറ്റർ ഷുഡ് വാല്യൂ ദ അസറ്റ് ആസ് പെർ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ദെൻ അടുത്ത ചോദ്യം, an auditor is verifying the valuation of building which has been self constructed by the client. ക്ലയൻറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ് വാല്യൂഷൻ ചെയ്യാമെന്ന് വിചാരിക്കുക. which of the following document is least relevant? ഇതിൽ ലീസ്റ്റ് റെലവെൻ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. which of the following asset is least likely to be subjected to lien? ലീൻ ആയിട്ട് ലീസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ഒരു അസറ്റ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ആണ്. An analysis of the fixed asset account has revealed possibility of unrecorded sale of plant and machinery. Which of the following audit procedure may be adopted to discover it? All of the above ആണ് ആൻസർ വന്നിരിക്കുന്നത്. Then the auditor has noticed the existence of recurring losses sales of fixed asset. This indicate depreciation charges are insufficient എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. Which of the following financial statement assertions are addressed by? assertions ഒക്കെ കൊടുത്തിരിക്കുന്നത് completeness and valuationൻ്റെ കീഴിലാണ്. Then the auditor, while verifying the prepaid insurance, has concluded that there is inadequate insurance of building. He should both B and C ആണ് insist should be disclosed the notes of financial statementsഉം letter of weaknessനെ കുറിച്ച് എഴുതുകയും വേണം. അടുത്തത്, while verifying intangible assets, an auditor would recompute the amortization charges and determine whether amortization period is reasonable. The auditor tries to establish valuation by doing it. അപ്പോൾ ഡാഷിൽ വരിക വാല്യുവേഷൻ ആണ്. അടുത്തത്, when auditing prepaid insurance, an auditor discovers that the insurance policy bond on building is not available for inspection. This may indicate lien on building. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇൻഷുറൻസ് പോളിസി ബോണ്ടൊന്നും അവൈലബിൾ അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ലീൻ ഓൺ ബിൽഡിംഗ് ആണ്. നമ്മൾ വാടകയ്ക്ക് എടുക്കാന്ന് പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രോൾ വുഡ് എൻഷുർ ദാറ്റ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ലോസ്റ്റ്, സ്റ്റോളൻ ഓർ ഡൈവേർട്ടഡ്? ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. 150ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ഗിവ് ദ അഷ്വറൻസ് ദാറ്റ് ഡെപ്റ്റേഴ്സ് മെൻഷൻഡ് ഓൺ ദി ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആക്ച്വലി എക്സിസ്റ്റ്? ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. ടെസ്റ്റ് ഓഫ് കൺട്രോൾ ആർ നോട്ട് കൺസേൺഡ് വിത്ത് ഡിസൈനിങ് ഓഫ് കൺട്രോൾ. ഡിസൈനിങ് ഓഫ് കൺട്രോൾ ആയിട്ടാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ കൺസേൺ അല്ലാത്തത്.
Then the sequence of steps in the auditor's consideration of internal control. Steps വരുന്നത് ഓപ്ഷൻ സി ആണ്. ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, പ്രിലിമിനറി അസസ്മെൻറ്റ് ഓഫ് കൺട്രോൾ റിസ്ക് നടത്തുന്നു, ടെസ്റ്റ് നടത്തുന്നു, ദെൻ ഡിസൈൻ ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. അതാണ് സ്റ്റെപ്സ് വരുന്നത്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻഹറൻറ്റ് ലിമിറ്റേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇൻഹറൻറ്റ് അല്ലാത്തത് ഇൻഎഫിഷ്യൻസി ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റർ ആണ്. അടുത്തത്, ആൻ ഓഡിറ്റർ ഷുഡ് സ്റ്റഡി ആൻഡ് ഇവാലുവേറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ. നമ്മുടെ ഓഡിറ്റർ ഒരു ഇൻറ്റേർണൽ കൺട്രോൾസിനെ കുറിച്ച് പഠിക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയും വേണമല്ലോ. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്ലാൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, ദ പ്രൈമറി പർപ്പസ് ഓഫ് പെർഫോമിംഗ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ. ടെസ്റ്റ് ഓഫ് കൺട്രോൾ നടത്തുന്നതിൻ്റെ പർപ്പസ് ഇഫ് ഇൻറ്റേർണൽ കൺട്രോൾ ഇസ് എഫക്റ്റീവ്. ഇൻറ്റേർണൽ കൺട്രോൾ എഫക്റ്റീവ് ആണെങ്കിലാണ് നമ്മൾ റീസണബിൾ അഷ്വറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെർഫോമിംഗ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. ദെൻ ഇഫ് ദ ഓഡിറ്റർ അസസ് ദ കൺട്രോൾ റിസ്ക് ആസ് ഹൈ, ഡോക്യുമെൻറ്റ് ദ കൺക്ലൂഷൻസ് എന്നുള്ളതാണ് ആൻസർ വന്നിരിക്കുന്നത്. ദി ഓവറോൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് അവെയർനെസ് ഓഫ് എൻ എൻറ്റിറ്റീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് concerning the importance of internal control is reflected in control environment. Which of the following are included in test of control? Test of control include ചെയ്തിട്ടുള്ളത് re-performance and observation ആണ്. Control risk is assessed at a financial statement assertion level. An auditor assesses the control risk because it affects the level of detection risk that auditor may accept. അടുത്തത്, a flow chart made by the auditor of an entity's internal control system is a graphic representation that depicts the auditor's understanding of the system. നമ്മൾ ആ ഒരു ഓഡിറ്റർ ഒരു ഫ്ലോ ചാർട്ട് ത്രൂ, ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ത്രൂ ഒക്കെ കാര്യങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അതിനർത്ഥം ആൾക്ക് നന്നായിട്ട് ആ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ മനസ്സിലാക്കിയാലാണ് നമ്മളിങ്ങനെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ നടത്താൻ പറ്റുക. Then the performance of test of control is documented in working papers. വർക്കിംഗ് പേപ്പേഴ്സിലാണ് പെർഫോമൻസ് ഓഫ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. The independence of an internal auditor will most likely to be assured if he report to the managing director. Managing director ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. In comparison to the independent auditor, an internal auditor is more likely to be concerned with the internal control system. Internal control system ആയിട്ടാണ് ആൾക്ക് കൂടുതൽ കൺസേൺ ചെയ്യേണ്ടത്. When an independent auditor relies on the work of an internal auditor, he or she should all of the above ആണ് ആൻസർ വന്നിരിക്കുന്നത്. Then proper segregation of duties reduces the opportunities in which a person would both perpetuate errors and frauds and conceals them. Analytical procedures are least likely to be used in the audit of cash balance ആണ് ആൻസർ വന്നിരിക്കുന്നത്. Then which of the following statement is not true regard to teaming and leading? ഓപ്ഷൻ സി ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഇഫ് സെയിം ഇൻഡിവിജ്വൽ മെയിൻറ്റെയിൻ ദ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. 169ാമത്തെ ചോദ്യം, ദി ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഓഫൺ ബിറ്റ്വീൻ 1 to 5% ഓഫ് ടോട്ടൽ അസെറ്റ്, ടിക്ക് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ വന്നിരിക്കുന്നത് ക്യാഷ് ഇൻ ഓൾവേസ് മെറ്റീരിയൽ ആൻഡ് ആസ് മെറ്റീരിയാലിറ്റി ഈസ് ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ്. 170ാമത്തെ ചോദ്യം, വെൻ കൗണ്ടിങ് ക്യാഷ് ഓൺ ഹാൻഡ് ദ ഓഡിറ്റർ ഷുഡ് ensure the postage and revenue stamps are not counted in physical count. 171ാമത്തെ ചോദ്യം, which of the following statement is not true regard the auditor's attendance? ഓഡിറ്റേഴ്സിൻ്റെ അറ്റൻഡൻസ് ആയിട്ട് ബന്ധപ്പെടാത്തത്, ഇഫ് ഇൻവെൻട്രി is material even when the auditor is not placing the reliance on the physical verification by the management എന്നുള്ള ഓപ്ഷനാണ്. 172ാമത്തെ ചോദ്യം, while observing a client's annual physical inventory, ഒരു ക്ലയൻറ്റിൻ്റെ ആനുവൽ ഫിസിക്കൽ ഇൻവെൻട്രി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ ഒരു ടെസ്റ്റ് കൗണ്ട്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഫോർ സർട്ടൻ ടെസ്റ്റ് കൗണ്ട്സ് were higher than the recorded quantities in the client's perpetual records, the situation could be result of the client's failure to record sales return. അപ്പോൾ ആ മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റിൻ്റെ റിസൾട്ടും പെർപ്പച്വൽ റെക്കോർഡിലെ ക്വാണ്ടിറ്റിയും തമ്മിൽ മാച്ച് ആയില്ല, ഹയർ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ സെയിൽസ് റിട്ടേൺ ആൾ റെക്കോർഡ് ചെയ്യാൻ ഫെയിലായി എന്നാണ് അർത്ഥം വരുന്നത്. Then dash starts were dash end. Auditing starts were accounting end. അതാണ് filling the blanks-ൽ വരിക. Dash means proving the truth or confirmation. Verification means proving the truth or confirmation. Then civil liability of an auditor implies the liability for misfeasance. An auditor is held criminally liable for offense against statutory provisions. An auditor is held liable under CA Act 1949 for professional misconduct ആണ് ആൻസർ വന്നിരിക്കുന്നത്.
Dash is a systematic examination of the books of accounts and records for a business. Answer വന്നിരിക്കുന്നത് ഓഡിറ്റിംഗ് ആണ്. An audit which is compulsory by the law എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. ഇൻസ്ട്രക്ഷൻ ഓഫ് ഓഡിറ്റ് ഇഷ്യൂഡ് ബൈ ദ കൺട്രോളർ ആൻഡ് ദ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ആൻസർ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ഓഡിറ്റ് ആണ്. ഓഡിറ്റ് ഡൺ ബൈ ദ എംപ്ലോയീസ് ഓഫ് ദ ബിസിനസ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ്. കൈൻഡ് ഓഫ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ജനറലി ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റ്. 2 ആനുവൽ ഓഡിറ്റിൻ്റെ നടുവിൽ നടത്തുന്ന ഓഡിറ്റ് ഇൻ്ററിം ഓഡിറ്റ് ആണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേര് എഫിഷ്യൻസി ഓഡിറ്റ് എന്നുള്ളതാണ്. ദെൻ ദ ഓഡിറ്റർ പ്ലാൻസ് ഔട്ട് ദി ഓൾ ഓഡിറ്റ് വർക്ക് വിളിക്കുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. ദെൻ എ ഓഡിറ്റർ എ നമ്പർ ഓഫ് ചെക്സ് ആൻഡ് കൺട്രോൾസ് എക്സൈസ്ഡ് ഇൻ എ ബിസിനസ് ടു എൻഷുർ ഇറ്റ്സ് എഫിഷ്യൻറ്റ് വർക്കിങ്ങിനെ വിളിക്കുന്ന പേര് ഇൻറ്റേർണൽ കൺട്രോള്. ദെൻ എ വൗച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡോക്യുമെൻറ്റ് ദാറ്റ് സപ്പോർട്ട് ഓഫ് എൻ എൻട്രി മെയ്ഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. വൗച്ചർ റിലേറ്റ്സ് ടു ക്യാഷ് റെസീപ്റ്റ്, പേയ്മെൻറ്റ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിവെൻഷൻ ഓഫ് ഫ്രോഡാണ്. പർച്ചേസ് ഓഫ് മെഷീനറി എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ സെയിൽ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. വെൻ എ ട്രാൻസാക്ഷൻ ഹാസ് നോട്ട് ബീൻ റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് either wholly or partially, such errorsനെ വിളിക്കുന്ന പേര് എറേഴ്സ് ഓഫ് ഒമീഷൻ. ദെൻ വെരിഫിക്കേഷൻ ഓഫ് ദി വാല്യൂ ഓഫ് അസെറ്റ്സ്, ലൈബിലിറ്റീസ്, ദ ബാലൻസ് ഓഫ് റിസർവ്സ്, ഈ പറയുന്നതെല്ലാം തന്നെ വിളിക്കുന്നത് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്നുള്ള രീതിയിലാണ്. അടുത്തൊരു ചോദ്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എ സെയിൽ ഓഫ് ₹50,000 ടു മിസ്റ്റർ എ വാസ് എൻറ്റേർഡ് ആസ് എ സെയിൽ ടു മിസ്റ്റർ ബി. എയുടെ പേരിൽ എഴുതേണ്ടത് ബിയുടെ പേരിൽ എഴുതി. ഇത് എന്ത് ടൈപ്പ് ഓഫ് എററാണ്? എറർ ഓഫ് കമ്മീഷൻ ആണ്. പിന്നെ ഒരേ ട്രാൻസാക്ഷൻ ട്വൈസ്, 2 തവണ എഴുതി കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പറയുക. പിന്നെ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഓൾറെഡി കമ്മിറ്റഡ് ക്യാൻ ബി ഡിസ്കവേർഡ് അണ്ടർ ദ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ചെക്ക്, ഇൻറ്റേർണൽ കൺട്രോളിലൊക്കെ നമുക്കിത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും, ഡിസ്കവർ ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തത് ട്രീറ്റിംഗ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. പിന്നെ സ്പെഷ്യൽ ഓഡിറ്റ് ഇസ് നെസസറി. സ്പെഷ്യൽ ഓഡിറ്റ് നെസസറി ആണ് എന്തിൻ്റെ കേസിൽ? ഇൻഎഫിഷ്യൻറ്റ് കൺസേണിൻ്റെ കേസിൽ. അടുത്തത് the first auditors appointed by the head office. The first auditors appointed by the head officer till the conclusion of the first annual general meeting. ഹെഡ് ഓഫീസ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ഓഡിറ്റേഴ്സ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിയുന്നതിന് വരെ എന്താണ് അവരവിടെ ഉണ്ടായിരിക്കണം, ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ദി ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അടുത്തത് ദ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഷെയർ ഹോൾഡേഴ്സ്. The goal of corporate governance and business ethics education is to create, എന്തിനു വേണ്ടിയിട്ടാണ്? To create more ethics standards by which corporate professionals must operate. Then the corporate governance structure of a company reflects the individual company's social and regulatory system. Internal audit function is least effective when the department is non-independent. Non-independent ആയ സമയത്ത് internal audit അത്ര പ്രാധാന്യമില്ല. Under the dash, both internal and external corporate governance mechanisms are intended to induce managerial actions. Shareholder theory പ്രകാരമാണ് പറയുന്നത്. Then one of the objectives of the Sarbanes-Oxley Act was to, ആ ആക്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അടുത്ത ചോദ്യം, an organization's appropriate tone at the top promoting ethical conduct is an example of ethical behavior. Next, an independent director is one who, independent director എന്ന് പറയുന്നത് ആരാണ്? Does not have any other relationship with the company. കമ്പനിയായിട്ട് യാതൊരു റിലേഷൻഷിപ്പോ ഡയറക്ടർഷിപ്പിലോ ഇല്ലാത്തൊരാളെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയാം. Then the chairperson of the board of directors and CEO should be leaders with the all of the above ആണ് ആൻസർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോർഡ് ദാറ്റ് ഇസ് എലക്റ്റഡ് ഇൻ എ ക്ലാസിഫൈഡ് സിസ്റ്റം, ഡൈവേഴ്സിഫൈഡ് ബോർഡ് എന്നാണ് വിളിക്കുന്നത്. ദ ഫ്രെയിംവർക്ക് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി വാസ് ഒറിജിനലി സെറ്റപ്പ് ബൈ ദി കാഡ്ബറി കമ്മിറ്റി. Which of the following is not one the underlying principle of the corporate governance? Acceptability ആണ് ആൻസർ വന്നിരിക്കുന്നത്. Then internal audit of the accounts of a limited company, Companies Act 2006 പ്രകാരമാണ് വന്നിരിക്കുന്നത്. Directors' responsibilities are unlikely to include a duty to propose high dividends for shareholders.
അടുത്തത് കമ്പനി മേ ബിക്കം ഇൻസോൾവെൻറ്റ് ഇഫ് ഇറ്റ് cannot pay creditors in full after realization of its asset. അടുത്തത് എ ഡയറക്ടർ ഓഫ് എ ലിമിറ്റഡ് കമ്പനി may not be liable for wrongful trading if he or she took every step to minimize the potential loss to creditors. Then fraudulent trading may be ഇതൊരു സിവിൽ ക്രിമിനൽ ഒഫൻസ് ആണ് committed by the employee. Disqualification of directors may result from breaches under the Sales of Goods Act 1979. ഡയറക്ടേഴ്സ് ഡിസ്ക്വാളിഫൈ ആവാത്തത് ബീങ് കൺവിക്റ്റഡ് ഓഫ് ഡ്രങ്കൺ ഡ്രൈവിംഗിലാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻ വിൽ നോട്ട് ഹെൽപ്പ് ഡയറക്ടേഴ്സ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം നോൺ കംപ്ലയൻസ് വിത്ത് ദെയർ ഒബ്ലിഗേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്? ആൻസർ വരുന്നത് ഇൻക്ലൂഡിങ് എ ഡിസ്ക്ലൈമർ ക്ലോസ് ഇൻ ദെയർ സർവീസ് കോൺട്രാക്ട്സ് എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൽ പലതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കില്ല, കൺഫ്യൂസിങ് ആവും കൂടുതൽ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കി നിങ്ങൾ ആൻസേഴ്സ് കൂടുതൽ ബൈഹാർട്ട് ചെയ്യാനാണ് നോക്കേണ്ടത് കേട്ടോ. 218 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ കീ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീയിലും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടി ഒന്ന് പോസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ, അതിൻ്റെ ഓപ്ഷൻസും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്, ബൈ.